ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സ്, +2ലെ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അതിൽ ഒരു 2-3 ടേംസ് നമുക്ക് എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ വരുന്നത്. അതായത് ടൈപ്സ് ഓഫ് ഇക്കണോമി ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമി. ഒരു എക്കണോമി നേരിടുന്ന പ്രോബ്ലവും ഏതൊക്കെ ടൈപ്പാണ് നമ്മുടെ എക്കണോമി ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. സോ എന്താണ് മൈക്രോ, എന്താണ് മാക്രോ എന്നുള്ളത് ആദ്യം പഠിക്കണം. ഓക്കെ, നമ്മൾ +1 പഠിച്ചപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമി എന്ന ആ രീതിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു എക്കണോമിക്സിന്റെ 2 ക്ലാസിഫിക്കേഷൻ. പക്ഷെ +2ൽ അത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നാണ്. സോ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എന്താ മൈക്രോ എക്കണോമിക്സ്? ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. ഇവിടെ മൈക്രോ ആദ്യം നോക്കുകയാണ്. നമ്മൾ ആദ്യം മൈക്രോ എന്ന് തന്നെ കൺസിഡർ ചെയ്യാണ്. ഇവിടെ എല്ലാം ഇൻഡിവിജ്വൽസ് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ സെറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മൈക്രോ? മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഇങ്ങനെ ചെറുകിട യൂണിറ്റുകളെ എടുത്ത് നമ്മൾ പഠിക്കുകയാണ്. അത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാം. ഓക്കെ ആണോ? ഇൻഡിവിജ്വൽസ് ആവാം, ഹൗസ് ഹോൾഡ് ആവാം, ബിസിനസ് യൂണിറ്റ്സ് ആവാം. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റഡീസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, അതാണെങ്കിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്കണോമിയുടെ ഒരു പാർട്ട്. ഓക്കെ, ഇനി സെക്കൻഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര് വരുന്നത്? മാക്രോ എക്കണോമിക്സ് വരുന്നത്. ഈ പിക്ചർ എന്നിട്ട് നോക്കും. മാക്രോ എക്കണോമിക്സ് നമ്മുടെ വേൾഡ് മൊത്തം ഇതിലുണ്ട്, അല്ലെങ്കിൽ ഗ്ലോബിന്റെ പിക്ചർ ആണ് തന്നിട്ടുള്ളത്. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? മൈക്രോയിൽ നിന്ന് മാക്രോയിലേക്ക് വരുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാവുക? ഇവിടെ നോക്ക്. ഇവിടെ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്കണോമി ആസ് എ ഹോൾ സെൻസ് എന്ന രീതിയിലാണ്. എക്കണോമി ആസ് എ ഹോൾ. ഓക്കെ അല്ലേ? നമ്മൾ എക്കണോമിയെ മൊത്തം എടുത്ത് കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇതിൽ നമ്മൾ എന്തൊക്കെ സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ നീട്ടി എഴുതാം. ഇവിടെ നമ്മൾ നോക്കുകയാണ്. അതായത് GDP, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ മൊത്തം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൊത്തം ചെലവ് എന്നിവയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ കൊണ്ടുവരാം. മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, മാക്രോ എന്ന് പറഞ്ഞാൽ വലുതാണ്. അത് നമുക്ക് അറിയുന്ന വേർഡാണ്. സോ അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ എക്കണോമി ആസ് എ ഹോൾ എന്ന കൺസിഡറേഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. അതായത് GDP ആവാം, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാവാം, പെർ ക്യാപിറ്റൽ ഇൻകം, അതായത് പ്രതിശീർഷ വരുമാനം, ദേശീയ വരുമാനം, മൊത്തം ആഭ്യന്തര ഉൽപാദനം, അതാണല്ലോ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇനി GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൊത്തം ആ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ GDP ഫൈൻഡ് ചെയ്യുന്നതും ഇതെല്ലാം ഏത് എക്കണോമിക്സിലാണ് നമ്മൾ പഠിക്കുന്നത്? മാക്രോ എക്കണോമിക്സിലാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ അത് നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഒരു വേർഡ് ബൈ വേർഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മൈക്രോ എക്കണോമിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ മൈക്രോ എക്കണോമിക്സ് വി സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻസ്. ഓക്കെ ആണല്ലോ? ഞാൻ മീനിങ് പറഞ്ഞു ഇൻഡിവിജ്വൽസിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. So it's micro economics. Okay, in market for different goods and services. ഡിഫറെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഒരു മാർക്കറ്റിൽ. അതും നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുത്ത് പഠിക്കണോ? അല്ല, നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആരുടെ അണ്ടറിലായി വരിക? മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, and figure out how prices and quantities of goods and services are determined through the interaction of individuals in this market. ഈ ഇൻഡിവിജ്വൽ, അതായത് ഒരു രാജ്യം നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ ഈ വിലയും പ്രൈസും കാര്യങ്ങളും ഒക്കെ ഇൻഡിവിജ്വൽസുമായിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഓൾസോ കോൾഡ് പ്രൈസ് തിയറി. ഇതിനെ പ്രൈസ് തിയറി എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി ഇതല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പൊ മാക്രോ എക്കണോമിക്സിനെ നമ്മൾ ഇൻകം തിയറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, in macroeconomics, on the other hand, we try to get an understanding of economy as a whole. ഞാൻ പറഞ്ഞിട്ടുണ്ട് economy as a whole എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. So by focusing our attention on aggregate measure such as total output,
എംപ്ലോയ്മെന്റ് ആൻഡ് അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ, അതായത് മൊത്തം രാജ്യത്തിന്റെ ടോട്ടൽ ഔട്ട്പുട്ടിന്റെ ആവാം, ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവാം, നമ്മുടെ എക്സ്പെൻസിന്റെ ആവാം, ഞാൻ പറഞ്ഞു GDP-യുടെ കാര്യം പറഞ്ഞു, നാഷണൽ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞു, പെർ ക്യാപിറ്റൽ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ ഇവയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അത് ഏത് എക്കണോമിക്സാ? മാക്രോ എക്കണോമിക്സ്. സോ ആ ടേം മാത്രം പഠിച്ചാൽ മതി എന്നല്ല, ആ കാര്യം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് എലാബറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, എക്കണോമി ആസ് എ ഹോൾ, അത് മറക്കരുത്, എക്കണോമി ആസ് എ ഹോൾ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ദ മേജർ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമി നേരിടുന്ന പ്രോബ്ലംസ്, അതിനെ 3 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ടു ഹും ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അത് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണല്ലോ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യണം. നമ്മളല്ല, ഒരു നേഷൻ, ഒരു എക്കണോമി ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിഞ്ഞിരിക്കണം. എന്നാലേ ഒരു എക്കണോമി വർത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ വാട്ട് പ്രൊഡ്യൂസ്, അതാണ് ഇവിടെ ഹെഡിങ് വന്നിട്ടുണ്ട്, 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഓക്കെ, ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ട് വാട്ട് പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മളിവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ലക്ഷറി ഗുഡ്സ് ആണ് ഒന്ന് നമ്മളുടെ നീഡ്, അതായത് കേക്ക് തന്നിട്ടുണ്ട്, കാർ തന്നിട്ടുണ്ട്. ഒന്ന് ലക്ഷറി ഗുഡ്സ് ആണ്, ഒന്ന് നെസസിറ്റി ഗുഡ്സ് ആണ്. ഇനി കേക്കിന്റെ പകരം മാറ്റിയിട്ട് സാധാരണ, അതായത് നമുക്ക് നിത്യോപയോഗ വസ്തുക്കൾ, ആഹാരം, ഭക്ഷണം, ഓക്കെ, ഇതൊക്കെ ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു എക്കണോമിക്ക് വേണ്ടത് എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഒരു എക്കണോമിയിൽ ഡിമാൻഡ് ഉള്ള കാര്യം, ഒരു എക്കണോമിയിൽ എന്ത് വസ്തുവിനാണ് ഇപ്പോൾ നിലവിൽ ഡിമാൻഡ് ഉള്ളത്, എന്താണ് നമ്മളുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഏറ്റവും കൂടുതൽ, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ. ഓക്കെ, നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ലക്ഷറി ഗുഡ്സ് ഒരു കാറ്റഗറി അവിടെ ഉണ്ട്, നെസസിറ്റി ഗുഡ്സ് ഒരു കാറ്റഗറി ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഏതാവും? നെസസിറ്റി ഗുഡ്സ് അല്ലേ? കാരണം ലക്ഷറി ഗുഡ്സ് വാങ്ങുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. എല്ലാ ജനങ്ങളും ഇതുപോലെ ലക്ഷറി ഗുഡ്സ് വാങ്ങും? ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഏതാണ്? ഈ നെസസിറ്റി ഗുഡ്സ് അല്ലേ? സോ ഇത് രണ്ടും, ഈ കാറും ഈ കേക്കും ആണ് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഏതാ? ഇതല്ലേ, ഫുഡ് ഐറ്റം അല്ലേ? സോ ഇതാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഒരു എക്കണോമി നേരിടുന്ന ഒന്നാമത്തെ പ്രോബ്ലം, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളുടെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്കണോമിയെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അവിടെ എന്താണ് ഡിമാൻഡ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന കാറ്റഗറിയിൽ വരാനുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്, ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? കുറച്ച് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണ്ട പ്രൊഡക്ഷൻ ചെയ്യാൻ. നമ്മൾ എക്കണോമിക്സിന്റെ മീനിങ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ റിസോഴ്സസിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. അതെങ്ങനെ യൂസ് ചെയ്യും? ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറയാം. 2 രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം? നമുക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഓർ ടെക്നിക്ക്. ദെൻ രണ്ടാമത്തെ എന്ത് വരും? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്. എന്താ അത് തമ്മിലുള്ള ഡിഫറൻസ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ മെഷീനറീസ് അതൊക്കെ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ. ജസ്റ്റ് ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിലോ, ഇനി അതിൽ നിന്ന് എന്താ ലേബറിലേക്ക് വരുമ്പോൾ മാറ്റം എന്താ? അവിടെ തൊഴിലാളികളായിരിക്കും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാം. അത് നമ്മളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ ലേബേഴ്സ് ആണുള്ളത്, അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന ആ ചോദ്യത്തിന് നമുക്ക് പറയാനുള്ളത്. എന്താ മനസ്സിലാക്കിയത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്, ഇത് രണ്ടും മറക്കരുത്. ക്ലിയർ? ഇനി ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ടു ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം? എങ്ങനെ? നമ്മൾ എങ്ങനെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം? ഓക്കെ, ഇവിടെ ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇൻകത്തിന്റെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്കുള്ള നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതെന്താ അങ്ങനെ? ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു ഹും ടു പ്രൊഡ്യൂസിലെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ്
functional distribution of national income against the factors of production. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോർ ഹും ടു പ്രൊഡ്യൂസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം അഗെയിൻസ്റ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാ നമുക്കറിയാം? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. അപ്പോൾ ഇതിനുള്ള പ്രതിഫലം എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? ഇതിനുള്ള പ്രതിഫലത്തിനെയാണ് നമ്മൾ ഇൻകത്തിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ആ ഔട്ട്പുട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഇൻകം ആയിട്ടാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് റിവാർഡ് കൊടുക്കുന്നു, അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണെന്നുള്ളതല്ലേ? ഓക്കെ, അതും കൂടി നോക്കാം. ഞാൻ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ലാൻഡ്, 2 എന്താ? ലേബർ, ലാൻഡ്, ലേബർ, 3rd one ക്യാപിറ്റൽ, ആൻഡ് 4th one എന്റർപ്രണർ. ഈ കാര്യങ്ങൾ നമുക്ക് അറിയണയാണല്ലോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഓക്കെ അല്ലേ? ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കും? റെന്റ് കൊടുക്കും. ഓക്കെ അല്ലേ? എനിക്കൊരു കൃഷി ഉണ്ട്, ഞാനൊരു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ഭൂമി അല്ല, പക്ഷെ ഞാൻ ആ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭൂമിക്ക് വാടക കൊടുക്കണം, ലാൻഡിന് റെന്റ് കൊടുക്കണം. അല്ലെങ്കിൽ റിസോഴ്സ് ആണ്, ആ റിസോഴ്സിന് എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഈ ബിൽഡിങ്ങിന് എനിക്ക് പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് റെന്റ് കൊടുക്കണം മാസാവസാനം. ഓക്കെ അല്ലേ? റെന്റ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ലേബർക്ക് എന്ത് വേണം? ലേബർ, ഒരു തൊഴിലാളിക്ക് എന്താണ് നമ്മൾ പ്രതിഫലമായിട്ട് കൊടുക്കുന്നത്? ഒന്നെങ്കിൽ സാലറി ആവാം, അല്ലെങ്കിൽ വെയ്ജ് ആവാം. പിന്നെ 3rd one ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമ്മൾ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ആണ് അല്ലെ? ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഓൺട്രപ്രണർക്ക് എന്താ ബാക്കി വരുന്നത്? എന്താ? പ്രോഫിറ്റ് അല്ലേ ഉള്ളൂ. ഈ പറഞ്ഞ 4 ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ 4 ടേമിനെയാണ് നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഇൻകത്തിന്റെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ, നാഷണൽ ഇൻകത്തിന്റെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതാണ് ഒരു എക്കണോമി നേരിടുന്ന ആ 3 പ്രോബ്ലംസ്. ഓക്കെ ആണോ? ആ ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തായിരുന്നു? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് ടു ഹും ടു പ്രൊഡ്യൂസ്. ഇത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ക്ലിയർ? ഇതാണ് ഈ പാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാവാനുള്ള റീസൺ ഉണ്ടാവുമല്ലോ. ഒരു എക്കണോമിക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ഉണ്ട്. ആ റീസൺ കൂടി നമുക്ക് ക്ലിയർ ആവണം. ഓക്കെ, ഇത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഒന്നാമതോടെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് പ്രൊഡ്യൂസർ ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇവിടെ ഞാൻ പറഞ്ഞു ഇതാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അത് എത്ര അളവിൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, എത്ര അളവിൽ എന്നിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഒരു എക്കണോമിയിൽ ആവശ്യം ഡിമാൻഡ് നമുക്ക് അറിയണം. ആ ഡിമാൻഡിലും കൂടുതൽ സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നമുക്ക് എക്കണോമിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതുകൊണ്ട് ഇല്ല. സോ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എവറി സൊസൈറ്റി മസ്റ്റ് ഡിസൈഡ് ഓൺ ഹൗ മച്ച് ഓഫ് ഈച്ച് ഓഫ് ദ മെനി പോസിബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ പ്രൊഡ്യൂസ്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്, അത് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതും ഫോർകാസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ്, how are these goods are produced. ഈ ഗുഡ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ആൻഡ് ലേബർ ഇന്റൻസീവ് ടെക്നിക്സ്. അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. എവറി സൊസൈറ്റി ഹാസ് ടു ഡിസൈഡ് ഓൺ ഹൗ മച്ച് ഓഫ് വിച്ച് ഓഫ് ദ റിസോഴ്സസ് ടു യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ഡിഫറെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അറിയാം അത് ഏത് മെത്തേഡിലൂടെയാണ്? 2 മെത്തേഡിലൂടെയാണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആൻഡ് ലേബർ ഇന്റൻസീവ്. ഓക്കെ അല്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ദ വേ ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ് ഓർ ലേബർ ഇന്റൻസീവ് ടെക്നിക്സ്. ക്ലിയർ? ഓക്കെ, ഇനി ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ ഹും ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആർക്കൊക്കെ വേണ്ടിയാണ്? അവിടെ ഞാൻ പറഞ്ഞു നാഷണൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം അഗെയിൻസ്റ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാ?
ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. അതിനുള്ള റിവാർഡ് എന്തൊക്കെയായിരുന്നു അതും പഠിച്ചു. ക്ലിയർ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആ എക്കണോമിക് പ്രോബ്ലം ഉണ്ടാവാനുള്ള റീസൺസ് ആണ്. ക്ലിയർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. നമുക്കറിയാം നമ്മളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമുക്കുള്ള ചോയ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സം കേസിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആ സമയത്തേക്ക് സാറ്റിസ്ഫൈ ചെയ്തേക്കാം. എന്നാലും നമ്മളൊരു അപ്ഡേഷൻ ആഗ്രഹിക്കും. ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്കൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് നിൽക്കുന്നില്ല. അപ്ഡേഷനുള്ള മൈൻഡ് ഉണ്ടാവും. സോ എനിക്കിപ്പോൾ വരുമാനം എൻ്റെ ഒരു 20,000 ആണ് ഞാനൊരു പെർ മന്ത് നേടുന്നതെങ്കിൽ എൻ്റെ പർച്ചേസിങ് ലെവല് അത് ഞാൻ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ മൊബൈൽ വാങ്ങി, ഒരു 15,000 രൂപയ്ക്കാണ് ഞാൻ മൊബൈൽ വാങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്ക് നെക്സ്റ്റ് മന്ത് എൻ്റെ സാലറി മാറുകയാണ്. സാലറി മാറുമ്പോൾ പുതിയ അപ്ഡേഷൻസ് വരുന്നു. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രൊഡക്റ്റ് മാറാൻ ശ്രമിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമുക്കുള്ള ചോയ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ബട്ട് നമുക്കുള്ള റിസോഴ്സ് എന്ന് എന്താണ്? അത് ലിമിറ്റഡ് ആണ്. റിസോഴ്സ് ലിമിറ്റഡ് ആണ്. നമുക്കറിയാം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതാണ് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ അല്ലേ? അതാണ് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു? നമുക്കുള്ള നീഡ്സ് അൺലിമിറ്റഡ് ആണ്. സെക്കൻഡ്, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടുകൊണ്ടാണ് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സെക്കൻഡ്. ഇനി തേർഡ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസ്. ഒരു റിസോഴ്സസിന് അതിന് ഒന്നിലുപരി യൂസസ് ഉണ്ടാവാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പെട്രോളിയം പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്, ക്രൂഡ് ഓയിൽ തന്നിട്ടുള്ളത്. അതിന്റെ ബൈ പ്രൊഡക്ട്സ് എന്തോ ഒരു സാധനങ്ങൾ ഒരു വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു ഡീസൽ വാഹനത്തിന്റെ ഒരു ഫ്യൂവലാണ് ഡീസൽ. ആ ഡീസൽ വാഹനം ഓടാൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലയിടങ്ങളിൽ ക്യാപിറ്റൽ ഗുഡ്സ് വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഡീസൽ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഗുഡ്സിന് അല്ലെങ്കിൽ ഒരു റിസോഴ്സിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. അപ്പോൾ ഇതും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? എന്തൊക്കെ കാരണത്താലാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്നത്? ക്ലിയർ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ. റീസൺസ് ഫോർ എക്കണോമിക് പ്രോബ്ലംസ്. ക്ലിയർ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് എക്കണോമി. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതിന് ശേഷം ടൈപ്സ് ഓഫ് എക്കണോമി. ഒരു എക്കണോമി ചൂസ് ചെയ്യണം. നമുക്ക് 3 എക്കണോമി ആയിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്തിട്ടുള്ളത് മിക്സഡ് എക്കണോമിയാണ്. ജവഹർലാൽ നെഹ്റു മിക്സഡ് എക്കണോമി ചൂസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഇക്കണോമി. ഒരു എക്കണോമിയുടെ ടൈപ്സ് ആണ്. ഇതിൽ 3 ടൈപ്സ് ആണ് വരുന്നത്. നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്ത ടൈപ്പ് ഏതാ? മിക്സഡ് ഇക്കണോമിയാണ്. അതിന് മുന്നേ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്താണെന്ന് അറിയണം, സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്താണെന്ന് അറിയണം, മിക്സഡ് ഇക്കണോമി എന്താണെന്ന് അറിയണം. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. ഇവിടെ എന്ന് പറയുന്നത് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി പ്രൈവറ്റ് പ്ലേയേഴ്സ് ഓൺലി. ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എല്ലാം നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഓൺലി ആയിരിക്കും. ഇവിടെ പ്രൈവറ്റ് പാർട്ടീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ കുറവായിരിക്കും, ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. മേജർ ഡിസിഷൻസ്, എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണ്, ആ സമയത്ത് മാത്രം ഗവൺമെന്റ് ഇടപെടും. അല്ലാത്ത പക്ഷം ഇവിടെ കൺട്രോൾ, മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ വരുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം അവർക്ക് പ്രൈസ്, ഇവിടെ വില സാധാരണക്കാട്ടിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ആണ് സോഷ്യലിസ്റ്റിക് ഇക്കണോമി. അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെന്റ് പ്ലേയേഴ്സ് ഓൺലി. ഇവിടെ പ്രൈവറ്റ് പാർട്ടീസിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഗവൺമെന്റ് കമ്പനീസ് ആയിരിക്കും. പുതിയ ഇൻഡസ്ട്രീസ് നടത്തുന്നത് ഗവൺമെന്റ് കമ്പനീസ് ആയിരിക്കും. ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് അവിടെ പോയിട്ട് ബിസിനസ് റൺ ചെയ്യാൻ കഴിയില്ല. ഇനി തേർഡ് കാറ്റഗറിയാണ് ഈ മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. മിക്സഡ് ഇക്കണോമിയിൽ എന്താ? ബോത്ത് ദി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസ്. ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും? കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ബോത്ത് ആണ്. ഇവർ രണ്ടുപേരും ഉണ്ടാവും. പ്രൈവറ്റ് കമ്പനീസും ഉണ്ടാവും, പബ്ലിക് കമ്പനീസും ഉണ്ടാവും. മേജർ ഡിസിഷൻസ് എടുക്കുന്നത് ഗവൺമെന്റുമായിരിക്കും. സോ ഒരു എക്കണോമിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെട്ടത് നമ്മൾ ഈ മിക്സഡ് ഇക്കണോമി ചൂസ് ചെയ്തപ്പോഴാണ്. അപ്പൊ ഇന്ത്യ മിക്സഡ് എക്കണോമി ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഇവിടെ നമ്മളുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രൈവറ്റും പബ്ലിക്കും ഒരുപോലെ നിൽക്കണം. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ നെഹ്റു ഈ പദ്ധതി ചൂസ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ എക്കണോമി.
ഓക്കെ, ക്ലിയർ. ഇനി ഓരോന്ന് എന്താ നോക്കാം. ദ മാർക്കറ്റ് ഇക്കണോമി ഓർ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി പ്രൈവറ്റ് പ്ലേയേഴ്സ്. ഇവിടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഗവൺമെന്റിന് ഉണ്ടായിരിക്കില്ല. സോ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി ഓർ ക്യാപിറ്റലിസം മീൻസ് an economic system in which the factors of production such as land, labor, capital and entrepreneurship are controlled and regulated by the private players. ഇവിടെ private players ന് മാത്രമേ ഹാൻഡ്ലിംഗ് പവർ ഉള്ളൂ. അപ്പോൾ ആർക്ക് പവർ ഉണ്ടാവില്ല? ഗവൺമെന്റ് കമ്പനിക്ക് ഇവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. ഇൻ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ദ ഗവൺമെന്റ് ഹാസ് നോ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്. ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അയാളുടെ അണ്ടറിൽ കുറെ തൊഴിലാളികളുണ്ട്. അപ്പൊ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടി ആയിരിക്കാം. അതിന്റെ അണ്ടറിൽ ജീവിക്കുക, അതിന്റെ അണ്ടറിൽ ജോലി ചെയ്യുക. ഗവൺമെന്റിന് ഇൻവോൾവ്മെന്റ് ഇല്ല. ഓക്കെ, ക്ലിയർ. ഇനി നമുക്കിവിടെ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ഓർ സോഷ്യലിസ്റ്റിക് ഇക്കണോമി സെക്കൻഡ് ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പാണ് എന്തായിരുന്നു? സോഷ്യലിസ്റ്റ് ഇക്കണോമി. ഇവിടെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെന്റ് കമ്പനീസ് ഓൺലി. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ദ ഗവൺമെന്റ് ഓർ സെൻട്രൽ അതോറിറ്റി പ്ലാൻസ് ഓൾ ദ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻ എക്കണോമി. ഒരു എക്കണോമിയിൽ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് കമ്പനീസ് ആയിരിക്കും സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ. ഓൾ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ മെയ്ഡ് ബൈ ദി ഗവൺമെന്റ്. ഇവിടെ പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നതും ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ കൺസംഷൻ എങ്ങനെയായിരിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നതും എല്ലാം ഗവൺമെന്റ് ആയിരിക്കും. ദ സെൻട്രൽ അതോറിറ്റി മേ ട്രൈ ടു അച്ചീവ് എ പർട്ടിക്കുലർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് കോൺസിക്വന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഈ റിസോഴ്സിനെ ബെറ്റർ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഫൈനൽ ഗുഡ്സ് ആയിട്ട് വരുന്നതും ഈ കൺട്രോൾ ഇതെല്ലാം ഈ പ്രോസസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് കമ്പനീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജനങ്ങളുടെ നേഷൻസിന്റെ ഡെവലപ്മെന്റ് ആണ്. ജനങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഡെവലപ്പ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു ന്യായമായ വിലയിലെല്ലാം ഏർപ്പാടാക്കേണ്ടത് അവർക്കെല്ലാം ഈ അനുയോജ്യമായിട്ടുള്ള വിലകളിൽ കിട്ടണം. ഹൈ പ്രൈസ് അല്ലാതെ നോർമൽ പ്രൈസിൽ എല്ലാവർക്കും ഒരുപോലെ ഡെവലപ്പ് ആവണം. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി അതുകൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ. സോ നമുക്കൊരു വില കുറഞ്ഞു കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, റേഷൻ ഷോപ്പ്, പിന്നെ ത്രിവേണി, ഇങ്ങനെയൊക്കെ തുറന്ന് നമുക്ക് വില കുറവായിട്ട് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആവും. അത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് ഈ സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ. സോ നമ്മൾ അതും ചൂസ് ചെയ്തോ? ഇല്ല, നമ്മൾ ചൂസ് ചെയ്തത് ഏതായിരുന്നു? മിക്സഡ് ഇക്കണോമി ആയിരുന്നു. കാരണം എന്താ? ബോത്ത് ദ പബ്ലിക് പ്ലെയർ ആൻഡ് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാം ഈ പ്രൈവറ്റ് ഓണേഴ്സും പബ്ലിക് ഓണേഴ്സും കൂടി പരിഗണിച്ചിട്ടാണ്. മേജർ ഡിസിഷൻസ് ഒരു എക്കണോമിയിൽ മേജർ ഡിസിഷൻസ് എടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. എന്നാലും ഇവിടെ ഇൻവോൾവ്മെന്റ് പ്രൈവറ്റ് പാർട്ടീസിനും ഉണ്ടായിരിക്കും. സോ നമ്മൾ നേരിടുന്ന പ്രോബ്ലംസിനെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ ഈ മിക്സഡ് എക്കണോമി നമ്മളെ സഹായിച്ചു. സോ നമ്മൾ മിക്സഡ് ഇക്കണോമി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടത് ഡെവലപ്മെന്റ് ആണ്. സോ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഈ മിക്സഡ് എക്കണോമിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ റിയാലിറ്റി ഓൾ എക്കണോമി ആർ മിക്സഡ് എക്കണോമീസ്. ഇൻ എ മിക്സഡ് എക്കണോമി there exist both public property and private property. ഇവിടെ പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും ഒരുപോലെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ആൻഡ് സം ആർ ടേക്കൺ ബൈ ദി ഇൻഡിവിജ്വൽസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ഗവൺമെന്റും ബാക്കി മാർക്കറ്റിൽ പ്രൈവറ്റ് പാർട്ടീസിനും ഒരു ഇൻവോൾവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റും പബ്ലിക്കും ഒരുപോലെ നിന്നുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. സോ with the help of planning commission and price mechanism basic economic problem has solved. നമ്മൾ ഈ എക്കണോമി ചൂസ് ചെയ്തതാണ് കാരണം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. പ്രൈവറ്റും പബ്ലിക്കും ഒരുപോലെ നിന്ന് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് എക്കണോമി എന്ന കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോഷ്യലിസ്റ്റ് ഇക്കണോമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ആൻഡ് മിക്സഡ് ഇക്കണോമി. ഒരു എക്കണോമി നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് 3 പ്രശ്നങ്ങളായിരുന്നു നമുക്ക് പഠിച്ചത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ടു ഹൂം ടു പ്രൊഡ്യൂസ്. ഇത് 3ഉം പഠിച്ചു. ശേഷം നമ്മൾ ഈ പ്രോബ്ലം ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്നുള്ളത് പഠിച്ചു. ദെൻ ടൈപ്സ് ഓഫ് ഇക്കണോമി. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് വരാം. താങ്ക് യു.